മലപ്പുറം കാളികാവിൽ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. കാളികാവിലെ കേരള എസ്റ്റേറ്റ് ഭാഗങ്ങളിലാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. രാവിലെ തന്നെ ക്യാമറകൾ പരിശോധിച്ചിരുന്നു, പക്ഷേ കടുവയുടെ ദൃശ്യങ്ങളൊന്നും ഇന്ന് ലഭ്യമായിട്ടില്ല. അതേസമയം കടുവ ദൗത്യം ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ഉള്ളത്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങൾ നൽകാനായി. ശിവദാസ്, ആരംഭിച്ചുവോ ഇന്നത്തെ ദൗത്യം? അനു, ഇന്ന് 9ാം ദിവസമാണ് ഈ ദൗത്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു കടുത്ത പ്രതിഷേധം നാട്ടുകാരിലും ഉണ്ട്. കാരണം നാട്ടുകാർക്ക് പലപ്പോഴും ദൈനംദിന ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ ഭാഗങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ സാധാരണക്കാരായ ആളുകളാണ്, ഈ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് മലയോര മേഖല കൂടിയാണ്, എസ്റ്റേറ്റുകൾ നിറയെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈനംദിന ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന ഒരു സമയമാണ്. കുട്ടികൾക്കുള്ള അവരുടെ സ്കൂൾ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തും ഒരു വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 9 ദിവസമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം തന്നെ കടുവയെ കണ്ടിരുന്നു, പക്ഷേ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപുള്ള ദിവസങ്ങളിലും കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു, പക്ഷേ അതിനുശേഷവും ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ കേരള എസ്റ്റേറ്റ്, സുൽത്താന എസ്റ്റേറ്റ് ഭാഗങ്ങളിൽ എല്ലാം തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാളിക്കാവിന് സമീപമുള്ള പ്രദേശങ്ങളാണ് ഇവിടെ. കരുവാരക്കുണ്ട്, കാളിക്കാവ് പ്രദേശങ്ങളിലെല്ലാം തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ദുർഘടമായ പാതകളും അതോടൊപ്പം തന്നെ കുത്തനെയുള്ള പാതകളും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴ അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികളെല്ലാം തന്നെ നിലനിൽക്കുന്നത് ദൗത്യസംഘത്തിന് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. എന്തായാലും ദൗത്യസംഘം ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുങ്കിയാനകളെ അടക്കം സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. വിദഗ്ധർ അടങ്ങുന്ന സംഘമുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ വിദഗ്ധ സംഘം അടക്കമുള്ളവർ ഉണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ദൗത്യം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ കടുവയെ മയക്കുവെടിവെക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ദൗത്യസംഘം ഇപ്പോഴുള്ളത്. അനു.